സംസ്ഥാനത്തെ 66 ബാറുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനകളിൽ വ്യാപകമായിട്ട് ക്രമക്കേട് കണ്ടെത്തി. ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിലായിരുന്നു ഈ പരിശോധന നടന്നത്. ക്രമക്കേടിന് കൂട്ടുനിൽക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ പണവും മദ്യവും പാരിതോഷികമായി വാങ്ങുന്നതായും കണ്ടെത്തലുണ്ട്. ആലപ്പുഴയിലെ ബാറിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ 3,56,000 രൂപയുടെ മാസപ്പടി കണക്ക് രജിസ്റ്റർ രേഖപ്പെടുത്തിയിരിക്കുന്നതായും കണ്ടെത്തി. സംസ്ഥാന വ്യാപകമായി ബാറുകളിൽ ക്രമക്കേടുകൾ നടക്കുന്നതായും അതിന് എക്സൈസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 66 ബാറുകളിലും ചില എക്സൈസ് ഓഫീസുകളിലുമായിരുന്നു റെയ്ഡ്. സംസ്ഥാന വിജിലൻസ് മേധാവി മനോജ് എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരമാണ് റെയ്ഡ് നടത്തിയത്. ഈ പരിശോധനയിൽ വലിയ ക്രമക്കേടാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പല ബാറുകളിലും സ്റ്റോക്ക് കൃത്യമായി പാലിക്കുന്നില്ല. അതിനൊപ്പം തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികമായി പണവും മദ്യവും നൽകുന്നതായും വിജിലൻസ് കണ്ടെത്തി. ആലപ്പുഴയിലെ ഒരു ബാറിൽ നടത്തിയ പരിശോധനയിൽ അവിടെ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അവിടുത്തെ രജിസ്റ്ററിൽ ഓരോ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പണമിടപാടിന്റെ കൃത്യമായ കണക്കാണ് ബാറുടമകൾ എഴുതിയിട്ടിരുന്നത്. അതിൽ ഏതാണ്ട് 3,56,000 രൂപയുടെ കണക്കാണ് കണ്ടെത്തിയത്. ഇതേ കണക്ക് ബാറിന്റെ മാനേജർ MD-ക്ക് വാട്സപ്പ് മുഖാന്തരം അയച്ചു നൽകിയതായും കണ്ടെത്തി. ആ രജിസ്റ്റർ വിജിലൻസ് സംഘം പിടിച്ചെടുത്തു. ഇതുകൂടാതെ സമാനമായ രീതിയിൽ കൽപ്പറ്റയിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന്റെ UPI അക്കൗണ്ടിൽ നിന്ന് ഏതാണ്ട് 3,56,000 രൂപയുടെ ട്രാൻസാക്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ ഒരു ബാറിൽ തെരഞ്ഞെടുപ്പ് അവധി ദിവസം 4 കേസ് മദ്യം മാറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ചില ബാറുകളിൽ ബെവ്കോയുടെ മദ്യം നേരിട്ട് എത്തിച്ച് വിൽപ്പന നടത്തുന്നതായും കണ്ടെത്തി. ബാറുകളിലെ സ്റ്റോക്കുകൾ കൃത്യമായി എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നില്ല എന്നും വിജിലൻസ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. ചില ബാറുകൾ സമയക്രമം പാലിക്കാതെ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഒരു ബാറിൽ പരിശോധനയ്ക്ക് എത്തുമ്പോൾ 11 മണിക്ക് തുടങ്ങേണ്ട ബാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് 10 മണിക്കാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ക്രമക്കേടുകൾ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകുമെന്നാണ് മനോജ് എബ്രഹാം അറിയിച്ചിരിക്കുന്നത്.